നൽകുന്നതിന് ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കി നമുക്കായിരിക്കാം. ദൈവത്തിനെ സൂക്ഷിക്കായിട്ട് കർത്താവിൻ്റെ വിശുദ്ധദാസൻ രാകേഷ് ചെറിയാൻ അവരുടെ വെൽക്കം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ 2025 വർഷം ജൂലൈ മാസം 13-ാം തീയതി സന്ധ്യാസമയത്തെ റീമ പ്രയർ മിനിസ്ട്രിയുടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എനിക്കും ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കും ദയയ്ക്കും ആയിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ജോയിൻ ചെയ്ത എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കൃത്യമായി ഇന്നത്തെ യോഗം ലീഡ് ചെയ്യുന്ന പി ജെ ജോസഫ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന, തന്നെ കുടുംബത്തിനായി സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് തന്നെ ബലപ്പെടുത്തി. സ്തോത്രം. അത് കൂട്ടായ്മ വളരെ നന്നായി ഹല്ലേലൂയ സ്തോത്രം അതിനെ യോഗത്തെ നയിക്കുവാൻ ദൈവത്തിന് ആത്മാവ് തന്നെ ബലപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന, ആത്മാവിൽ നമ്മൾ പാടി സ്തുതിക്കുവാൻ, കർത്താവിനെ പാടി സ്തുതിക്കുവാൻ അത് സ്തോത്രം വി എ ജോസ് സഹോദരനെയും അത് സ്വന്തം കുടുംബമായി കർത്താവ് സഹായിച്ചുള്ള അവരോട് ചേർന്ന് നമുക്ക് ആത്മാവിലും ഏക മനസ്സിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കൃത്യമായി സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ച എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രസ്താവിക്കാൻ സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ടല്ലോ, അത് നിമിത്തമായി സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെയും അത് സ്വന്തം ആവശ്യങ്ങളുമേൽ കർത്താവിനെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമല്ലോ. അവൻ വിശ്വസനാകിയാൽ ബലവാനാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അജീഷ് പാസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവദാസനെയും കുടുംബത്തെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ജോലിയെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അയക്കുന്ന രാജ്യത്ത് ദേശത്ത് അതേ കർത്താനാമത്തെ ഉയർത്തിക്കൊണ്ട് ചില ജീവിതങ്ങളൊക്കെ അവിടെ നേടിയെടുപ്പാൻ ദൈവാത്മാവ് തന്നെ ബലപ്പെടുത്തട്ടെ, കൃപ നൽകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലത്തെ നമ്മുടെ സഭായോഗത്തിന് ശേഷം സന്ധ്യാസമയം വീണ്ടും വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന അബിഗമോളുടെ ശബ്ദം കേട്ട് അപ്രത്യാശയില്ല ശബ്ദം, വെറൊരു ശബ്ദം മാത്രമല്ല. എനിക്ക് കുഞ്ഞ് അവൾ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ വളരെ പ്രത്യാശയോടെ വളരെ സന്തോഷത്തോടെ ആണ് ആ സാക്ഷ്യം പ്രസ്താവിച്ചത്. അവൾ വീട്ടിലല്ല, ആശുപത്രിയിലാണ്. എന്നിട്ടും അത്രയും പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ 2 വാക്ക് സാക്ഷ്യം പറയാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തിയില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് താൻ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട്, എൻ്റെ ഇന്നത്തെ വിഷയം അത് തന്നെ ആകുന്നു. സ്വന്തം കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് അനേക ലേഖനങ്ങൾ താൻ എഴുതി. അതിൽ സ്വന്തം ഫിലിപ്പി ലേഖനത്തിൽ താൻ പറയുകയാണ്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ, വീണ്ടും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ലൊരു AC മുറിയിൽ ഇരുന്നുകൊണ്ട് 2 നില 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഇരുന്നുകൊണ്ട് സ്വസ്ഥമായി അതേ സ്വത്രം ദാസന്മാരും ദാസിമാരുടെ പരിചരണമൊക്കെ അനുഭവിച്ച് താൻ എഴുതിയ ലേഖനമല്ല. കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ആ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ, കഷ്ടമേറിയ പീഡകളും ശരീരത്തിൽ വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും പറയുന്നു, സന്തോഷിപ്പിൻ. എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ, സന്തോഷിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ നല്ല ആത്മാവിനെ പ്രാപിച്ചവർക്ക് അത് പറയുവാനും അങ്ങനെ അനുഭവിക്കുവാനും സാധിക്കുള്ളൂ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ആ മകളെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കട്ടെ. അത് ദൈവത്തിന് പ്രവൃത്തി ആ കിടക്കയിലും അല്ലെങ്കിൽ തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ചുറ്റുപാടുള്ള ജീവിതങ്ങൾക്കെല്ലാം ഒരു അത്ഭുതമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ആ കുഞ്ഞ് നിമിത്തം അനേക ജീവിതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം വിശ്വസിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേ കർത്താദാസൻ അജീഷ് പാസ്റ്റർ പറഞ്ഞ പോലെ അതേ മോശ കണ്ട തീ ഇന്ന് അല്ലെങ്കിൽ സന്ധ്യാസമയം സ്തോത്രം വീണ്ടും ആ തീൻ്റെ ഒരു അനുഭവം കർത്താവ് തുടർന്നുള്ള നാളുകൾ നമുക്ക് നൽകട്ടെ. ഓരോ ദിവസം ആ തീ അല്ലെങ്കിൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. എന്നും എരിവുള്ളതായി തീരുവാൻ അതേ സ്വന്തം എരിവിനെ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് മറികടന്ന് ആത്മശക്തി പ്രാപിച്ച് ദാവീദ് പറയുന്ന പോലെ എൻ്റെ ദൈവത്താൽ ഞാൻ അതേ വീര്യം പ്രവർത്തിക്കും,
എൻ്റെ ദൈവത്താൽ ഞാൻ അതേ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. അതേ മതിൽ ചാടി കടപ്പാൻ ഓരോ ദിവസം ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. പുറകോട്ട് നോക്കി അത് പിന്മാറുന്ന കൂട്ടത്തിലെല്ലാം ഉപരിയായി മുന്നോട്ട് ഓടുന്നവരായി തീരുവാൻ, രക്ഷയുടെ പാതാലും അത് അറിഞ്ഞവർ, അതിൻ്റെ രുചി അറിഞ്ഞവർ മറ്റുള്ളവരെ അത് അറിയിച്ച് മുന്നേറുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 അധ്യായത്തിൽ നിന്ന് 4 വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ പ്രസ്താവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലൻ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളുണ്ട്. ആ 4 അധ്യായത്തിൽ നിന്ന് 4 വാക്യങ്ങൾ അത് പ്രസ്താവിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ ഒരു പശ്ചാത്തലം, സ്തോത്രം, യൂറോപ്പിലെ അത് രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. ആ പട്ടണത്തിലാണ് ഹല്ലേലൂയ അപ്പോസ്തലൻ പൗലോസ് കാൽ ചവിട്ടി തൻ്റെ മാസിഡോണിയൻ അതേ സ്വന്തം ദർശനം പ്രകാരം താൻ പോയി അവിടെ ഒരു സഭ സ്ഥാപിക്കുന്നത്. ദർശനം കണ്ടു, എന്നാൽ ദർശനം പ്രകാരമുള്ള കാര്യങ്ങൾ അല്ല അതേ തുടക്കത്തിൽ സംഭവിച്ചത്. ഒരു പുരുഷൻ നിന്നുകൊണ്ട് അവരെ വിളിക്കുന്നു, ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ് താൻ കേൾക്കുന്നത്. പക്ഷേ ആദ്യം അവർ പരിചയപ്പെട്ടത്, ആദ്യമായ വിശ്വാസം വന്നത് ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. സ്തോത്രം. ആ ലുദിയ എന്ന് പറയുന്ന സഹോദരി പണക്കാരിയായിരുന്നു, തുവേതരക്കാരിയായിരുന്നു. അവർ ലുദിയ ആ ദേശത്ത് യേശുക്രിസ്തുവിനെ അറിയുവാൻ ഭക്തയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് കർത്താവിൻ്റെ അതേ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവളെ ക്രിയ ചെയ്തു. അവളുടെ ഹൃദയം തുറക്കാൻ മാത്രമല്ല, അവളുടെ ഭവനം തുറന്നു. സ്തോത്രം. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്ക എന്നുള്ള നല്ലൊരു മനസ്സ് ആ സഹോദരിക്കും കുടുംബത്തിനും ദൈവം നൽകിയുണ്ട്. പൗലോസിനും കൂട്ടർക്കും അവിടെ ചില ദിവസങ്ങൾ പാർക്കുവാനും അങ്ങനെ സഭാ സ്ഥാപനം നടത്തുവാനൊക്കെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചു. വളരെ പീഡനത്തിൻ്റെ അനുഭവങ്ങൾ പിന്നിക്കാലങ്ങൾ സംഭവിച്ചു. കണ്ടൊരു പുരുഷനാണല്ലോ, പക്ഷേ വന്നത് സ്ത്രീയാണ്. രണ്ടാമതൊരു കൂട്ടം കാണുന്നത്, രണ്ടാമത്തെ അതേ സഹോദരി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു സഹോദരിയാണ്. അത് തൻ്റെ യജമാന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, അവൾ ലക്ഷണവിദ്യ പറയുന്ന ഒരു വെളിച്ചപ്പാഴ്ത്തിയായ ലക്ഷണം പറഞ്ഞ് വളരെ തൻ്റെ യജമാന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു ബാല്യക്കാർത്തിയായിരുന്നു രണ്ടാമത്തെ. അതും ഒരു സ്ത്രീയാണ്. സ്തോത്രം. എങ്കിലും ആര് തന്നെയായാലും യേശുക്രിസ്തു നാമത്തിൽ അവളുടെ ഭൂതത്തെ പുറത്താക്കി സുവിശേഷം അറിയിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ച് അവളും ഈ സഭയുടെ അംഗമായി തീർന്നു. സ്തോത്രം. മൂന്നാമതാണ് അവരുടെ ജീവിതത്തിൽ ഇത് നിമിത്തം അവർക്ക് അവരെ വലിച്ചു കൊണ്ടുവന്ന അനുഭവങ്ങൾ, അവരെ ജയിലിൽ തടവിലാക്കുന്ന അനുഭവങ്ങൾ. തടവിൽ വെച്ചാണ് കാരാഗൃഹ പ്രമാണി തൻ്റെ കുടുംബവും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് അവർ സഭയുടെ അംഗമായി തീർന്നത്. അങ്ങനെ അന്നത്തെ സമൂഹത്തിൽ 3 വൃത്തങ്ങളാണ് ഉള്ളത്, 3 തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. പണക്കാരായ ലുദിയയുടെ ഭവനം പോലെ പണക്കാരായ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. രണ്ടാമത് ഈ ബാല്യക്കാരിയായ സാമാന്യ ജീവിതങ്ങൾ. ദരിദ്രന്മാരവിടെ വളരെ കുറവാണ്, അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. ആ പട്ടണത്തിൽ വളരെ പണമുള്ള ഒരു പട്ടണമായിരുന്നു, ഞാൻ പ്രസ്താവിച്ചല്ലോ. മാത്രമല്ല അതൊരു കപ്പൽ ഒക്കെ ഇറങ്ങാനും പോവാനും അതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഇടം കൂടി ആയിരുന്നു. സ്തോത്രം. രണ്ടാമത്തെ കൂട്ടം സമൂഹത്തിലുണ്ടായതാണ് ബാല്യക്കാർത്തി. മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ആ കൂട്ടമാണ് ഏറ്റവും ശക്തന്മാർ. അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നു. അവരാണ് രാജ്യഭരണം ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാർ. അന്ന് പോലീസുകാരില്ല, അതിനുശേഷമാണ് പോലീസ് എന്നൊരു കാര്യം രംഗത്ത് വരുന്നത്. ആ കാലങ്ങളിൽ പട്ടാളമാണ് എല്ലാ രാജ്യങ്ങളിലും ഭരണം കൈകാര്യം ചെയ്യുന്നത്. ഒരു വാക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. അവരൊരു കാൽച്ചുവട് മനുഷ്യന് ഭയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ചും റോമ പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ അവർ ഇരുമ്പിൻ്റെ പട്ടാളക്കാർ എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഇരുമ്പ് രഥങ്ങൾ, ഇരുമ്പ് ചൂള, ഇരുമ്പിൻ്റെ സ്വതം ഹൃദയമുള്ളവർ, ഒരു ദാക്ഷിണ്യമില്ലാതെ സകലരെയും കൊല്ലുവാൻ അധികാരവും ശക്തിയും സ്വതം ബലമുള്ള ഒരു ജനമായിരുന്നു റോമ പട്ടാളക്കാർ. അവർക്കുള്ള അഭ്യാസങ്ങൾ അങ്ങനെയായിരുന്നു. സ്തോത്രം. ഓരോ രാജ്യം അവരെ ഭയപ്പെടുന്ന അനുഭവത്തിലായിരുന്നു റോമ പട്ടാളത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ഈ പട്ടാളക്കാരായിരുന്നു അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാർ, ഏറ്റവും ശക്തന്മാർ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഒരു വാക്ക് അതിനപ്പുറം ഒന്നുമില്ല. അവർ പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ കൽപ്പന. പ്രൈസ് ദി ലോർഡ്.
രാജാവ് കൈസർ പോലും അവരോടാണ് അത് തൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഈ മൂന്ന് അതേ കൂട്ടത്തിലുള്ള അതേ ഒരു സമൂഹം നിറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഈ മൂന്ന് രീതിയിലുള്ള ജീവിത രീതിയിലുള്ള ആൾക്കാരെയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചത്. പൗലോസ് അതിനൊരു തടസ്സം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ കാലങ്ങളിൽ സഭകളിൽ പലപ്പോഴും അതേ ചിന്തയാണ്, ഇന്ന ആൾ വന്നാൽ മതി, ഇന്ന വിശ്വാസം ഉള്ളവർ വന്നാൽ മതി, ഇന്ന രീതി ജീവിക്കുന്നവർ വന്നാൽ മതി എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ താല്പര്യങ്ങളും ചിന്തകളും. സ്തോത്രം. അതിനോട് സമമായൊരു കാര്യം എരിവോ പട്ടണം അത് പിടിക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ പോയപ്പോൾ വചനം അവിടെ വാക്യം പറയുന്നത്, എന്നെ പലപ്പോഴും നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ പല വിശ്വാസികളെ പരിചയപ്പെട്ടപ്പോൾ പല സഭകൾ പോകുമ്പോഴൊക്കെയും കർത്തദാസന്മാരായിക്കോട്ടെ ദൈവമക്കളൊക്കെ ആയിക്കോട്ടെ അവരൊക്കെ ചിന്തകൾ ഇങ്ങനെയാണ്. ആ ജാതികളായ എരിവോ പട്ടണക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ആരും ഇങ്ങോട്ടും ഇല്ല, ആരും അങ്ങോട്ടും പോകണ്ട. അവരെ പട്ടണത്തെ അവർ അടച്ചു, ചുറ്റും അവർ അടച്ചു. ആരും അകത്തേക്കില്ല, ആരും പുറത്തേക്കുമില്ല. ആ രീതിയാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ. ഇങ്ങോട്ടും വേണ്ട, അങ്ങോട്ടും വേണ്ട, പുതിയതായിട്ട് ഒരു ആത്മാവിനെയും വേണ്ട. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ഞങ്ങളെല്ലാം CSI വിട്ട് വന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കത്തോലിക്ക സഭകൾ വിട്ടു വന്നവരാണ്, ഞങ്ങളെല്ലാം ഹൈന്ദവ വിശ്വാസം വിട്ട് വന്ന ഒരു സഭയാണ്, ഞങ്ങൾ മാർത്തോമ വിട്ട് വന്ന സഭകളാണ്. അതുകൊണ്ട് മാർത്തോമക്കാർ മാത്രം മതി, CSIക്കാർ മാത്രം മതി, ഹൈന്ദവ വിശ്വാസം വരുന്നവർ മാത്രം മതി എന്നൊരു പൈശാചികമായ, അങ്ങനെ ഞാൻ പറയട്ടെ, പൈശാചികമായ ചിന്താഗതിയാണ് ഇന്ന് നമ്മുടെ സഭകളെ ഭരിക്കുന്നത്. പക്ഷെ പൗലോസ് ജീവിതത്തിൽ സുവിശേഷത്തിൽ അല്ലെങ്കിൽ പൗലോസ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. കർത്താവ് അന്നത്തെ കാലത്തെ സമൂഹത്തിലുണ്ടായ 3 തരത്തിൽ ഉള്ള ജീവിതങ്ങളെ ദൈവത്തിനാത്മാവ് സ്പർശിച്ചു, അവരെ രക്ഷിച്ചു, അവരെ വിടുവിച്ചു, ദൈവസഭയുടെ അംഗമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യർ സഭയ്ക്ക് താൻ ലേഖനം എഴുതുമ്പോൾ ശരീരത്തിലുള്ള കൈക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് കാല് വേണ്ടാന്ന്, കാലിന് പറയാൻ സാധിക്കുമോ എനിക്ക് മൂക്ക് വേണ്ടാന്ന്. എല്ലാ ദൈവം ഓരോ അവയവത്തെ അതത് സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കൈയില്ലാതെ സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണമാകത്തില്ല ശരീരം. കാലില്ലാതെ കണ്ണില്ലാതെ ശരീരം പൂർണ്ണമാകത്തില്ല. ഓരോ വിശ്വാസിയും ഓരോ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ജീവിതങ്ങളും അവർക്ക് എല്ലാവർക്കും പ്രാധാന്യം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സ്തോത്രം ഈ സഭ അല്പമായി പൗലോസ് തന്നെ സ്ഥാപിച്ച് വളർത്തിയെടുത്ത സഭയാണ്. പക്ഷെ എന്നാൽ അല്പമായ ഒരു വിശ്വാസക്കേട് വന്നപ്പോൾ, സ്നേഹക്കുറവ് വന്നപ്പോൾ താൻ ആത്മാവിൽ അവർക്ക് വേണ്ടി എഴുതുകയാണ്. താൻ എവിടെ നിന്ന് എഴുതുന്നു എന്നും കൂടി അവർ വ്യക്തമാക്കുന്നു. അത് ഞാൻ കാരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും വരും, പീഡ ഉണ്ടാകും. ഇത് പീഡയുടെ മാർഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ദുഷിക്കും. കാരണം യേശു താൻ തന്നെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15:18 നമ്മൾ വായിക്കുന്നു, ലോകം എന്നെ പകച്ചു എങ്കിൽ നിങ്ങളെയും പകയ്ക്കും. സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. പക്ഷേ ഇന്ന് ആർക്കും പക താല്പര്യമില്ല. യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ പകയുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ പകയ്ക്കുന്ന കൂട്ടത്തിന് മുമ്പിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തു എന്ന പാറയിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തി നമുക്ക് പുതിയ പാട്ടുകൾ തന്നുകൊണ്ട് കഥാദാസൻ അജീഷ് പാസ്റ്റർ പറഞ്ഞ തീ പന്തങ്ങളായി തീയെ കണ്ടവർ ഹല്ലേലൂയ ആ തീയെ ഭയപ്പെട്ട് ഹല്ലേലൂയ മറ്റുള്ള ലോകത്തിൻ്റെ തീകളെ കെടുത്തുവാനുള്ള ആർജത്വം പ്രാപിച്ചാണ് ഓരോ ദിവസം മുന്നേറുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്തനാത്മാവ് ഹല്ലേലൂയ. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് എൻ്റെ കുറിവാക്യം, അതിൻ്റെ ആദ്യത്തെ ചിന്ത. 1:4 നമ്മൾ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പൗലോസ് അവരോട് പറയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ യേശുക്രിസ്തുവിന് നാളോളം തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തിയാണ് കർത്താവ് ആരംഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ സൂമിലായിരിക്കുന്ന ഹല്ലേലൂയ ഓരോ കർത്തദാസന്മാരിലും ദൈവമക്കളിലും 23ഓളം പേരുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെ. ഹല്ലേലൂയ 23 പേരിലും
വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഭർത്താക്കന്മാരിൽ, ഭാര്യമാരിൽ, കുഞ്ഞുങ്ങളിൽ, അത് കൊച്ചുമക്കളിൽ, ഹല്ലേലൂയ, സകലരിലും കർത്താവ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. കാരണം നല്ലവനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നല്ലവനായ ദൈവമായതുകൊണ്ട് അവൻ നല്ല പ്രവൃത്തി ആരംഭിച്ചു. ആ നല്ല പ്രവൃത്തിയെ യേശുക്രിസ്തുവിന്റെ നാളോളം താൻ തികയ്ക്കുവാൻ അത് കഴിവുള്ള ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയാണ്, ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. കാരണം ഒരു വിശ്വസനായ ദൈവത്തെയും കൂടിയാണ് ഞാൻ പിൻപറ്റുന്നത്. അവൻ അല്ലേ ഊവ എന്ന് പറഞ്ഞാൽ ഊവ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഊവ എന്നും ഇല്ല എന്നും പറയുന്ന ദൈവത്തെ എല്ലാം ഞാൻ സേവിക്കുന്നത്. അവൻ വിശ്വസ്തയോടെ അത് ഞങ്ങളെ കാക്കുന്ന ദൈവമാകിയ സ്തോത്രം. അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ. അത് അരുളി ചെയ്തത് അത് 2000 വർഷമായിട്ടും ഇന്ന് വരെ 2025 ജൂലൈ 13 ആ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പീഡയിൽ, എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ ഒറ്റപ്പെടലിൽ എല്ലാം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് സ്വർഗം ഇറങ്ങി വന്ന് സ്വർഗം എനിക്ക് വേണ്ടി കുനിഞ്ഞ് നോക്കി എന്നെ ബലപ്പെടുത്തി, എന്നെ ധൈര്യപ്പെടുത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് തികയ്ക്കും. അപ്പോൾ ഈ നല്ല പ്രവൃത്തി അത് തികവിൻ്റെ പ്രവൃത്തിയാകുന്നു. സ്തോത്രം. കാരണം നല്ലവനായ ദൈവം ആരംഭിച്ചു, തികവുള്ള ദൈവം അതിനെ തികയ്ക്കും. സ്തോത്രം. വിശ്വസനായ ദൈവം അതിനെ തികയ്ക്കും. നല്ലൊരു പ്രവൃത്തിയാണ് നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പൗലോസ് പറയുന്നു. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പൗലോസ് പറയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, എന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അരികത്തിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഭയപ്പെട്ടായിരിക്കും നിങ്ങൾ അനുസരിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, അല്ല, ഞാൻ നിങ്ങളുടെ അടുക്കലല്ല, ഞാൻ അരികത്തല്ല, ഞാൻ ദൂരത്തിരിക്കുന്നു. ഞാൻ ദൂരത്തിരുന്നാലും നിങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ പ്രവർത്തിക്കല്ലേ, അത് ജീവിക്കല്ലേ, ആരാധിക്കല്ലേ, പ്രാർത്ഥിക്കല്ലേ എന്ന് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്, പ്രബോധനം നൽകുകയാണ്. ഹല്ലേലൂയ. അനുസരണം. സ്തോത്രം. അനുസരണക്കേടാണല്ലോ ആദ്യമായിട്ട് പാപം സംഭവിച്ചത്. ആദാമും ഹവ്വയും സംഭവിച്ച അനുസരണക്കേടാണ്. ആ ഒരൊറ്റ പാപം നിമിത്തം സകല മനുഷ്യജാതിയും ശപിക്കപ്പെട്ടു. അത് രോഗാവസ്ഥയിലായിത്തീർന്നു. വിയർപ്പ്, സ്തോത്രം, ഒഴിക്കേണ്ട അനുഭവങ്ങൾ, മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയോട് ചേരും എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ പാപം നിമിത്തം, ആ അനുസരണക്കേട് നിമിത്തം വന്നു. എന്നാൽ ഏകൻ്റെ അനുസരണക്കേട് നിമിത്തം പാപം വന്നപോലെ, മരണം വന്നപോലെ തന്നെ ഏകൻ്റെ അനുസരണത്താലും മനുഷ്യന് ജീവൻ നൽകുവാൻ തക്കോണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കൊണ്ട് യാഗമായി തീർന്നു. യേശു സകലം നിവർത്തിച്ച്, അർത്ഥാൽ സകല പ്രമാണങ്ങളും അനുസരിച്ച്, പ്രൈസ് ദി ലോർഡ്, ഒന്നിനും ഹല്ലേലൂയ മാറ്റം ചെയ്യാതെ, ഒരു പ്രമാണം മാറ്റി വെക്കാതെയും അതിനെ ഒരു ഒഴിവുകേട് പറയാതെ സകല പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് യേശു പറയുന്നു, ഞാൻ സകലവും നിവർത്തിച്ചു. അതേ പ്രസ്താവനയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് സ്വതം? ഞാൻ സകലം നിവർത്തിച്ചു എന്ന് പറയുവാൻ, ആ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ദൈവസഭയിലാക്കി വെച്ചതും തൻ്റെ നല്ല പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നതും എന്ന് ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അരികത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, ദൂരസ്ഥനായിരിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. അതൊരു പ്രവൃത്തിയുണ്ട്. നമ്മൾ ആദ്യ വാക്യം വായിച്ചു. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം തികയ്ക്കും. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. പക്ഷെ ആ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോടും പിതാവായ ദൈവത്തോടും ചേർന്ന് നിന്ന് മക്കളായ നമുക്കും തൻ്റെ ദാസിദാസന്മാരെ നമുക്കും ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാനും കൂടി അതൊരു ആഹ്വാനമുണ്ട്. എല്ലാം ദൈവം ചെയ്തോളും എന്നല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ദൈവം ചെയ്തത് കാര്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് ചെയ്യുവാൻ പല പ്രബോധന വാക്യങ്ങളും പ്രമാണങ്ങളും നമുക്ക് ഉണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൻ്റെ സ്തോത്രം, 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ് ദി ലോർഡ്. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, പിന്നെ രണ്ടാമത് ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. അങ്ങനെയുള്ളവരാണ് പരിച്ഛേദനക്കാർ. സ്തോത്രം. നാം മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടവരാകുന്നു.
അതിന് അടയാളം എന്താ? ദൈവത്തിന് ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ. എന്നിലൊരു ആത്മാവുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ പോക്കനുസരിച്ചല്ല, എൻ്റെ ആത്മാവിന് ഇഷ്ടം പോലെയല്ല, എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ മനസ്സിൻ്റെയും താല്പര്യം അനുസരിച്ചല്ല. ദൈവത്തിന് ആത്മാവ് കൊണ്ട് അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി ഫറവോനോട് പറയുമ്പോൾ പറയാണ്, എന്നെ ആരാധിപ്പാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാണ്, എന്നെ ആരാധിപ്പാൻ. അത് എനിക്കൊരു പ്രവൃത്തിയുണ്ട്, സ്തോത്രം, എനിക്കൊരു പ്രമാണമുണ്ട്. അത് ഫറവോനെ ഇഷ്ടം പോലെയുള്ള രീതിയിൽ ആരാധിക്കാൻ സാധിക്കുകയില്ല. അതല്ല രീതി, അതല്ല പ്രമാണം. ദൈവത്തിന് പ്രമാണമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രമാണം അനുസരിച്ച് അത് എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അത് കൽപ്പന മോശ മുഖാന്തരം ഫറവോന് നൽകിയത്. സ്തോത്രം. ആ ജനം ഹല്ലേലൂയ ദൈവത്തിൻ്റെ അതിനുവേണ്ടി ആരാധിപ്പാൻ ദൈവം തന്നെ അത് തൻ്റെ ജനത്തെ ഒരുക്കാൻ വേണ്ടി ഒരു ഗോത്രത്തെ തന്നെ ദൈവം മാറ്റിവെച്ചു. 12 ഗോത്രത്തിൽ നിന്ന് ലേവ്യ ഗോത്രത്തെ ദൈവം മാറ്റിവെച്ച് വേർതിരിച്ചത് തൻ്റെ വേലയ്ക്ക് വേണ്ടി ആകുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ള 11 ഗോത്രങ്ങളെ അത് ശുദ്ധീകരിക്കാനും അവരെ ബലപ്പെടുത്തുവാനും അവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ലേവി ഗോത്രത്തെ ദൈവം ആക്കി വെച്ചത്. അപ്പോൾ ഓർക്കണം, 12 ഗോത്രത്തിൽ ഒരു ഗോത്രം ലേവി ഗോത്രത്തെ ദൈവം കണ്ടത്, പൗരോഹിത്യം അവരെ ഏൽപ്പിച്ചത്. സ്തോത്രം. അതേ മറ്റു 11 ഗോത്രങ്ങളെയും ദൈവത്തിൻ്റെ ആരാധനയിലേക്കും ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രാർത്ഥനയിലേക്കും ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തെ പിൻപറ്റാൻ വേണ്ടിയാണ് അവർക്ക് പ്രമാണം കൊടുത്തത്. സ്തോത്രം. ഈ ഏക ഒരു ഗോത്രത്തിൻ്റെ ഹല്ലേലൂയ അതേ സ്തോത്രം ദൈവ പണി, അവരുടെ ജോലി, അവരുടെ ശുശ്രൂഷ എന്നുള്ളത് മറ്റുള്ള 11 ഗോത്രങ്ങളെയും അതിനുവേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് കർത്താവ് അവരെ ഏൽപ്പിച്ചത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത്, നിങ്ങൾക്ക് അത് ഇസ്രായേൽ മക്കളിൽ ഒരു ഓഹരിയും ഇല്ല, ഞാൻ സർവശക്തനായ യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു നിങ്ങളുടെ ഓഹരി. സ്തോത്രം. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതം അത് അവിടെ ആരംഭിക്കുകയാണ്. അവരോടുള്ള പറയുന്നത്, വിശ്വാസത്താൽ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ടാണ് കർത്തദാസന്മാരായ ഞങ്ങൾ പുതിയ നിയമത്തിലും അതേ ജോലി ഇല്ലാതെയും വേറെ ചെയ്യുന്ന ജോലിയോട് വേറെ ചെയ്യുന്നവർക്കായി സ്തോത്രം. അത് അവരുടെ രീതി, അവരുടെ വിശ്വാസം. സ്തോത്രം. പക്ഷേ അധികം പണ്ടും അത് ഇന്നും സ്തോത്രം അനേകർ ജോലി വിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോലി ഇല്ലാതെ അത് ദൈവസഭകളിൽ അത് കർശനമായി അത് ജോലി ഇല്ലാത്തവരെയാണ് എടുക്കുന്നത്. കാരണം എന്താണ്? വിശ്വാസ ജീവിതം എന്തെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് വേറെ കാരണം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്താൽ നശിപോകത്തില്ല, പാപമല്ല. പക്ഷേ ജോലി ഇല്ലാതെ, ഈ ലോകത്തിലെ ആശ്രയമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഒരു സഭയെ നയിപ്പാൻ വേണ്ടിയാകുന്നു കർത്താവ് സ്വന്തം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും. എൻ്റെ പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അതേ വിശ്വാസ ജീവിക്കുന്നതല്ല. വചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും. ഹല്ലേലൂയ. അത് ജോസഫ് പാസ്റ്റർ മാത്രമല്ല, ഞാൻ മാത്രമല്ല, ബാബു പാസ്റ്ററല്ല നീതിമാന്മാർ. പിന്നെയോ സ്തോത്രം ബദേൽ മാത്യുച്ചാനും ഹല്ലേലൂയ നീതിമാനാകുന്നു. മേരിക്കോശി ആൻറ്റിയും കർത്താവിന് നീതിമതി ആകുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീതീകരണം പ്രാപിച്ച ഓരോ വിശ്വാസിക്കുമുള്ള ദൂതാണ് എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും. അതുകൊണ്ട് തന്നെയാണ് 2-3 മുമ്പുള്ള നമ്മുടെ തലമുറകൾ, നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസത്താലാണ് ജീവിച്ചത്. അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി, താമസിക്കാൻ വീടില്ല, കൂടില്ല, ഭാര്യയുണ്ട്, 5-6 മക്കളുണ്ട്, എന്ത് കഴിക്കും, എവിടെ ജീവിക്കും, എവിടെ അന്തി ഉറങ്ങും എന്ന ചിന്താഗതിയിൽ അനേകം നാളുകൾ കഴിച്ച കുടുംബങ്ങൾ ഹല്ലേലൂയ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതേ സ്വന്തം എവിടേക്കോ കിടന്നെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്നാൽ ആ കുടുംബങ്ങൾ വിശ്വാസത്തിന് പാത ജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും അതേ സ്വന്തം ഓടിട്ട വീടുകളിലല്ല, അതേ കോൺക്രീറ്റ് ഇട്ട ഒറ്റ നിലയും 2 നിലയും 3000 സ്ക്വയർ ഫീറ്റിലൊക്കെ നമ്മൾ താമസിക്കാൻ കാരണം നമ്മുടെ മുൻ പിതാക്കന്മാരുടെ അതേ വിശ്വാസ ജീവിതം, അതേ കഷ്ടപ്പാട് നിമിത്തം അവരെ ആ അനുഗ്രഹങ്ങൾ നാമാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കൊരു ദൗത്യം കൂടെയുണ്ട്. അല്ലെങ്കിൽ നാം കഷ്ടപ്പെട്ടാലേ വരാനുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടുള്ളൂ. സ്തോത്രം. ഇപ്പോൾ പൗലോസ് അവിടെ പറയാണ്, ദൈവത്തിന് ആത്മാവ് കൊണ്ട് അവനെ ആരാധിക്കണം. അതെ, ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും. പ്രശംസ എവിടെയാണ്? പ്രശംസാ വിഷയം ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും. അതേ സ്തോത്രം ഹല്ലേലൂയ. അതേ ജഡത്തിൽ ആശ്രയിക്കാതെ സകല പ്രശംസയും യേശു ക്രിസ്തുവിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ടാണ് ഈ
വിശ്വാസി ജീവിതം ജീവിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അതേ സ്തോത്രം പ്രശംസ അവരെക്കുറിച്ച് പറയും. ഓ, അച്ചായനാണ് സഹായിച്ചത്, അമ്മാമ്മയാണ് സഹായിച്ചത്, ഇന്ന് സഭയാണ് സഹായിച്ചത്, പ്രസ്ഥാനമാണ് സഹായിച്ചത്. അതേ സഹായങ്ങൾ നമുക്ക് വേണം. മനുഷ്യൻ കൂടിയാണ് ദൈവം സഹായങ്ങൾ ചെയ്തു തരുന്നത്. പക്ഷേ അതിൽ പ്രശംസ ഒരിക്കലും ഒരു ആളിൽ നിന്ന് അതേ അല്പം നന്മകൾ അതേ പറ്റിയോണ്ട് പ്രൈസ് ദി ലോർഡ് അതേ ഒരിക്കലും പ്രശംസാ വിഷയം അവരായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അതിൻ്റെ ഒരു ഉദാഹരണം അതേ ഞാൻ വായിപ്പിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചക പുസ്തകം 30-ാം അധ്യായം അതിന് 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചക പുസ്തകം 30-ാം അധ്യായം. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വായിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. മിസ്രയീം വിട്ടു വന്ന ജനമാണ്. ഈ ദേശത്തെ ഇനി ഒരിക്കലും നിങ്ങൾ മടങ്ങിപ്പോകരുത് എന്ന് അനേക തവണ ദൈവം അവരോട് പറഞ്ഞതാ. സ്തോത്രം. അവരിൽ ആശ്രയിക്കരുത്, കുതിര ബലം നിങ്ങൾക്ക് ഉണ്ടാകരുത്, അതുപോലെ സ്തോത്രം പൊന്നും വെള്ളിക്ക് വേണ്ടി നിങ്ങൾ പോകരുത്. പക്ഷേ ശലോമോൻ അത് തെറ്റിച്ചു. കുതിരയ്ക്ക് വേണ്ടി ശലോമോൻ മിസ്രയീമിലേക്ക് പോയി. അനേക ഭാര്യമാരെ അവിടുന്ന് കൊണ്ടുവന്നു, പൊന്നും വെള്ളി അവിടുന്ന് കൊണ്ടുവന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ നശിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. താൻ ആലയമൊക്കെ പണിതു, പക്ഷെ താൻ പണിത ആലയം താൻ നിമിത്തം തന്നെ അശുദ്ധമായതുകൊണ്ട് പിൻകാലത്ത് ദൈവം ഇടിച്ചു പൊളിച്ചു. സ്തോത്രം. അവർ പ്രമാണം തെറ്റിച്ചാൽ ആർ തന്നെ ആയാലും എന്ത് ചെയ്താലും ദൈവത്തിന് വിഷയമില്ല. ആലയം പണിത ശലോമോനായാലും ദൈവത്തിന് വിഷയമില്ല. സകലവും അതെ ദൈവം താറുമാറാക്കി ദൈവം നശിപ്പിച്ചു. ഇവിടെ യെശയ്യാ പ്രവാചക പുസ്തകം 31-ാം അധ്യായം 30-ലും 31-ലും ഒക്കെ 31-ൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേലിലെ പരിശുദ്ധനിലേക്ക് നോക്കുകയോ യഹോവയോ അന്വേഷിക്കുകയോ ചെയ്യാതെ സാഹസത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം ഉള്ളതുകൊണ്ട് അതിലും കുതിരചേവകർ മഹാബലവാന്മാരായിരിക്കുന്ന കൊണ്ടും അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന ആർ തന്നെ ആയാലും ദൈവത്തിനാത്മാവിന് പറയാനുള്ളത് അയ്യോ കഷ്ടം. എന്ത് ചെയ്തു? ഇവർ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി. നമുക്കൊരു പാട്ടുണ്ടല്ലോ, അതേ സ്വന്തം ഒരു പാട്ട് പണ്ട് ഇടയ്ക്കുണ്ടായിരുന്നു. ഇനി മിസ്രയീമ ശക്തികൾ മടങ്ങി പോട്ടെ പാട്ട്. എന്നെ ഈ വാക്യം പക്ഷേ ആ പാട്ട് ഞാൻ ആദ്യമൊക്കെ പാടുമായിരുന്നു. പക്ഷേ എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച സാറിൻ്റെ സഭയിൽ വെച്ച് ഒരു മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് ഈ വാക്യം ഇടപെട്ടപ്പോൾ ഞാൻ സാറിനോടും അവിടെ സഭയോടും പറഞ്ഞപ്പോൾ എൻ്റെ സാറ് പോലും അതേ അന്തം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. മിസ്രയീം വിട്ടതാണ്, പക്ഷെ എന്ത് ചെയ്തു? ഇവർ മടങ്ങിച്ചെന്നു. ഇവിടെ പറയുകയാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനോട് അതേ സ്വതം യഹോവയെ അവനെ അന്വേഷിക്കാതെ മിസ്രയീമിലേക്ക് തിരിയുന്ന ഒരു ജനം. സ്തോത്രം. ഒരു കാലത്ത് നമ്മൾ ലോകം വിട്ടതാ, ലോകമോഹങ്ങൾ വിട്ടതാ, താല്പര്യങ്ങൾ വിട്ടതാ, പക്ഷേ അതിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. 30-ന്റെ 1-ലും അതുതന്നെയാണ് പറയുന്നത്. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രയീമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. ദൈവം പേരൊന്നും മാറ്റിയില്ല. മത്സരമുള്ള മക്കളാണ് എൻ്റെ സ്തോത്രം. പക്ഷെ എന്താണ്? മത്സരിക്കുന്ന മക്കളാണ്. അവർക്ക് അയ്യോ കഷ്ടം. അവർ എന്നോട് ആലോചന ചോദിക്കാതെ. താഴ്ത്ത വാക്യം അതിലും രസകരമാണ്. സ്തോത്രം. രസകരമെന്നല്ല എന്ന അർത്ഥമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും അവിടെ മത്സരം 3-ാം വാക്യം പറയുന്നത്, എന്നാൽ ഫറവോൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് അതേ നാണമായും, ഫറവോൻ്റെ സംരക്ഷണം, ഈ ലോകത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായും, മിസ്രയീമിൻ്റെ നിഴലിലെ ശരണം ലജ്ജയായും ഭവിക്കും. പ്രൈസ് ലോർഡ്. കാരണം അവിടെ പറയുന്നത് അതേ ഫറോനോ അവന് കുതിരകളോ ഒന്നും അതേ ആത്മാവല്ല, ശക്തികളല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ അതുകൊണ്ട് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന വലിയ ദൈവത്തിൽ യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഈ നല്ല വിളി എന്ത് ചെയ്യുന്നു? തികവിലേക്ക് നയിക്കുന്ന ഈ വിളിയിൽ ഹല്ലേലൂയ അതേ നമ്മളെ ജഡത്തിൽ ആശ്രയിപ്പാൻ വേണ്ടിയല്ല, പിന്നെയോ സർവശക്തനായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയം വയ്ക്കാൻ
പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുന്ന സ്തോത്രം. അവിടെ അപ്പോസ്തലൻ പൗലോസ് തൻ്റെ അനുഭവം അവിടെ പറയാണ്. 4:11 ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ചില പഠനങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ പഠനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അലംഭാവത്തോടെ ജീവിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. 12-ാം വാക്യം. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. മാത്രമല്ല തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു കാര്യം ശീലിക്കണമെങ്കിൽ ഒരാഴ്ച വേണം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു മാസം വേണം, ഒരു വർഷം വേണം, ചിലർക്ക് വർഷങ്ങളോളം വേണം. സ്തോത്രം. പൗലോസ് പറയും, ഞാൻ ചില കാര്യങ്ങൾ ശീലിച്ചു, ദൈവം ശീലിപ്പിച്ചു. അതേ കൊട്ടാരം സജ്ജമായ ഒരു ഭവനം, അതേ ഒരു കപ്പലിൻ്റെ ഉടമയായ പൗലോസ് അതെല്ലാം വിറ്റ് കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് അതേ ഒന്നുമില്ലാത്തവനെ വേല ചെയ്ത് അതേ താൻ പറയാണ്, ഇന്ന് അത് പണ്ട് 3 നേരം ബിരിയാണി കഴിച്ചവൻ ഇന്ന് എനിക്ക് 3 നേരം കഞ്ഞിയ. സ്തോത്രം. ഞാൻ AC മുറിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നവൻ ഇന്ന് കാരാഗ്രഹമാണ് എൻ്റെ ഭവനം. സ്തോത്രം. അപ്പോൾ സകലവും ശീലിപ്പിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായി സ്തോത്രം. ഈ നല്ല പ്രവൃത്തിയിൽ അതുമുണ്ട്. എന്താണ്? എല്ലാം ശീലിപ്പിക്കുന്ന, ഏത് അവസ്ഥയിലും ജീവിപ്പാൻ, ഏത് അവസ്ഥ. അത് പാസ്റ്റർമാർക്ക് മാത്രമുള്ള കാര്യമല്ല. പലരുടെയും ചിന്ത പാസ്റ്റർമാരാണ് ആ കാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരാണ് അത് ഭരമേൽപ്പിച്ചത്. എല്ലാ ദൈവമക്കളെ ഇവിടെ പൗലോസ് അതേ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ്, ഞാനെല്ലാം ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭ പലപ്പോഴും അതേ പൗലോസിനെ കഷ്ടങ്ങളിൽ ആ കഷ്ടത മനസ്സിലാക്കി അത് തന്നെ സഹായിച്ചിട്ടുമുണ്ട്. ഈ സഭ അതിന് അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചിട്ടുമുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ 4 വാക്യങ്ങൾ അതേ നല്ല പ്രവൃത്തി, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തു നാളും തികയ്ക്കും എന്ന് പൗലോസ് പറഞ്ഞ് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. കാരണം നല്ലവനായ ദൈവമാണ് അത് ആരംഭിച്ചത്. നല്ലവനായ ദൈവം, വിശ്വസനായ ദൈവമാണ് അത് നിങ്ങളിൽ ആരംഭിച്ചത്. അത് ആരംഭിച്ചവൻ ഹല്ലേലൂയ അത് തികയ്ക്കുവാൻ അവന് സാധിക്കും. അവൻ്റെ ആത്മാവ് കൊണ്ട് അവനെ ആരാധിക്കണം. സ്തോത്രം. അത് നല്ല ആത്മാവിനെയാണല്ലോ തന്നത്. പൗലോസ് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറയുന്ന പോലെ ശമരിയക്കാരിയോട് സംസാരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ദൈവം ആത്മാവ്. യോഹന്നാൻ 4:23, 24, 25 വാക്യങ്ങൾ പറയുന്നത്, ദൈവം ആത്മാവാകുന്ന അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ മലയിലും ഈ മലയിലും നിങ്ങളുടെ മാനുഷ്യമായ രീതിയിൽ അവിടെ എവിടെയും പോയി ഇന്ന രീതിയിലല്ല ആരാധിക്കേണ്ടത്. പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, ആത്മാവാകുന്ന ദൈവം നമുക്ക് അവനെ കാണാൻ സാധിക്കില്ല. പിന്നെയോ അപ്പം അവൻ്റെ തൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിയോഗത്താൽ വചനപ്രകാരം ഉള്ള അനുഷ്ഠാനത്തിലാണ് നാം കർത്താവിനെ ആരാധിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയുടെ ഒരു രീതി നമുക്കറിയാലോ. ആലയത്തിൽ, വേഗത്തിൽ പറയട്ടെ, അത് ആലയം, അതേ പഴയ കാലത്തെ ആലയത്തിൽ, ഏത് ശലോമോൻ പണിത അല്ലെങ്കിൽ സ്തോത്രം ഹിരോദാ പണിതൊക്കെ ആലയത്തിൽ, സെരുബ്ബാബേലിന്റെ ആലയത്തിലൊക്കെ ഒരു ആലയത്തിൽ 3 ഘടകങ്ങളുണ്ട്, 3 അതേ സ്വതം ഭാഗങ്ങളുണ്ട്. അത് പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അറിയാമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വചനം പഠിച്ചപ്പോഴും സ്തോത്രം അത് ബൈബിളിൽ ചില ചരിത്രങ്ങൾ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ആലയത്തിന് ഉള്ളിൽ ഒരു പ്രാർത്ഥനയും കയ്യടിയും സ്തോത്രം പരിപാടിയില്ല. ആലയത്തിന് ഉള്ളിൽ ഒരു സ്തോത്രവും ഒരു കയ്യടിയും ഒരു ഹല്ലേലൂയയും ഇല്ല. അവിടെ കമാന്നൊരക്ഷരം മിണ്ടത്തില്ല. സ്തോത്രം. കോയർ നിൽക്കുന്നത് 4000 പേരുടെ കോയറാണ് അന്ന് ഇസ്രായേലുണ്ടായത്. അത് ദാവീദാ ചെയ്യിപ്പിച്ചത്, ദൈവം പറഞ്ഞിട്ടല്ല, ദാവീദിന് തോന്നി. ദാവീദിൻ്റെ കോയർ സംഘം, പാട്ടുകാരുടെ സംഘം 4000 പേര്. ഇന്ന് ഒരു സഭയിലും ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം. 4000 പേര് അടങ്ങുന്നവരായിരുന്നു. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് അവർ ആലയത്തേക്ക് കയറുന്ന പടികളുണ്ട്. പടികളിൽ നിന്ന് പുറത്ത് നിന്നാണ് അവർ ദൈവത്തെ ആരാധിച്ചത്. അവിടെയാണ് പാട്ടും പരിപാടിയൊക്കെ. അകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം അതേ വിശുദ്ധ സ്ഥലം. പിന്നെ അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒന്നേ കയറുള്ളൂ. അത് മഹാപുരോഹിതൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ വിശുദ്ധിയോടെ ഏകദേശം 10 മുതൽ 13 തവണ അത് കയറി ഇറങ്ങി തന്നെ വിശുദ്ധീകരിച്ച് കഴുകി വെള്ളത്താൽ കഴുകൽ പ്രാപിച്ചാണ് താൻ ഭയത്തോടെ കയറി ചെല്ലുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
അതേ അവിടെ എന്നാൽ അവിടെ ആരാധനയുണ്ട്. എന്താ ആരാധന? അവരെ ഭയം, ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ചല്ലോ, അങ്ങ് എന്നെ രക്ഷിച്ചല്ലോ, അങ്ങയുടെ പുത്രനെ എനിക്ക് വേണ്ടി ദാനമായി തന്നല്ലോ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു അത് ആ അർക്കപ്പെട്ട കുഞ്ഞാടിനെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, അതാണ് സ്തുതിയും സ്തോത്രം ആരാധനയും. പ്രൈസ് ദി ലോർഡ്. കൈയടിക്കുന്നത് തെറ്റെന്ന് അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഉച്ചത്തിൽ ആരാധന തെറ്റെന്നല്ല, അല്ലെങ്കിൽ കോയറോടെ കൂടുതൽ ആരാധന തെറ്റുകൾ. പക്ഷേ അത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് പ്രൈസ് ദി ലോർഡ് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതന്നെ അത് നമ്മുടെ അന്തരാത്മാവ്, നമ്മുടെ ശരീരം, അത് ദേഹം, ദേഹി. ഹല്ലേലൂയ, നമ്മുടെ ആത്മാവിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ആ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവിൽ ഞെരുക്കത്താലാണ് ഹല്ലേലൂയ നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആ ഞെരുക്കങ്ങൾ കേൾക്കുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അത് ഓർപ്പിക്കുന്ന ഹല്ലേലൂയ, അതേ ആ ദൈവത്തെ, അതേ ദൈവത്തിന് ആത്മാവ് കൊണ്ട് അവനെ ആരാധിക്കണം. ആരാധന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആരാധിക്കാം. അതെങ്ങനെയാണ്? അന്യഭാഷ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അന്യഭാഷയിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും, ബസ് സ്റ്റാൻഡിലായാലും, അത് നാം കുളിക്കുന്ന സമയത്തായാലും, അത് തുണി അലക്കുന്ന സമയമായിക്കോട്ടെ, നിങ്ങൾ മീൻ വെട്ടുന്ന സമയമായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമായിക്കോട്ടെ, സ്കൂളിൽ വെച്ചായിക്കോട്ടെ, എവിടെയായാലും ആത്മാവിന് അഭിഷേകം പ്രാപിച്ചല്ല അന്യഭാഷ പ്രാപിച്ചവർക്ക് അത് ഏത് സമയത്തും കർത്താവിനെ ആരാധിക്കാൻ സാധിക്കും. അത്രയും വലിയ സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് തന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതേ പഴയ നിയമത്തിൻ്റെ ആ സ്വന്തം ഇടിവുകളെല്ലാം ദൈവം അടിച്ചു നിവർത്തി. അതെല്ലാം മാറ്റിക്കൊണ്ട് അത് പഴയ നിയമത്തിൽ അറിയാനുള്ള പള്ളിയും അതേ സ്തോത്രം ഈ വിശുദ്ധ ആലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, കുട്ടികൾക്ക് പ്രവേശനമില്ല, ജാതികൾ പുറത്തായിരുന്നു, ഇവരെല്ലാം പുറത്തുള്ള മനുഷ്യരാണ്. പക്ഷെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു രക്തത്താൽ അതേ നിങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിച്ചു. സ്ത്രീകൾക്ക് പോലും എപ്പോൾ വേണമെങ്കിലും ആലയത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകൾക്ക് പോലും എപ്പോൾ വേണമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഇന്നത്തെ രീതിയിൽ അത് തലയിൽ തുണി പോലും ഇല്ലാതെ സഭകൾ അത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ അവർ അന്യഭാഷ പറയുന്നുണ്ട്, അവർ പ്രവചനം പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്. സ്തോത്രം. അത് ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ആധാർ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള ഓരോ ക്രമീകരണങ്ങൾ അവർ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ആ പേപ്പേഴ്സ് എല്ലാം നമ്മൾ കൊടുത്താലേ നമുക്കത് ലഭിക്കുള്ളൂ എന്ന രീതിയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് തന്നെ ആകുന്നു. ഒരു മാറ്റവുമില്ല. സ്തോത്രം. നമ്മുടെ പൗലോസോടെ പറയാണ് ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന് ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ ആത്മാവ് പ്രാപിച്ച എനിക്ക് ഏത് അവസ്ഥയിലും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും സമൃദ്ധി അനുഭവിപ്പാനും ഇല്ലായ്മ അനുഭവിപ്പാനും ഒക്കെ എല്ലാം ദൈവം എന്നെ ശീലിപ്പിച്ചു. സ്തോത്രം. ആ ശീലിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ നടത്തുമാറാകട്ടെ. ഇതെല്ലാം പറയുമ്പോൾ അതിൻ്റെ ഒറ്റൊരു ഉദാഹരണം ഹല്ലേലൂയ പഴയ നിയമത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ, അതേ പ്രവാചകൻ. സ്തോത്രം. ആ ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്നാം കാര്യം സ്തോത്രം, അതേ തന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, അത് ആരംഭിച്ച ദൈവം അത് അവസാനം വരെ നിവർത്തിക്കും എന്ന വിശ്വാസം ദാനിയേലിന് ഉണ്ടായിരുന്നു. എന്താ കാരണം? ഹല്ലേലൂയ. ദാനിയേൽ സ്തോത്രം സൺഡേ സ്കൂളിൽ പഠിച്ചത്, അപ്പനും അമ്മയും അത് വീട്ടിൽ തന്നെ പഠിപ്പിച്ചത് താൻ ഓർത്തു. എവിടെ ഓർത്തു? ബാബേലിലേക്ക് അതേ സ്തോത്രം പിടിച്ചുകൊണ്ട് പോയപ്പോൾ, ബാബേൽ പോയപ്പോൾ അപ്പനമ്മ കൂടെയില്ല, സഭയിലെ പാസ്റ്റർ ഇല്ല, സ്കൂളിൽ ആരാധിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരില്ല, ആരുമില്ല. അവർ 4 അതേ സ്തോത്രം ബുദ്ധിയുള്ള യൗവനക്കാർ മാത്രമുള്ളൂ ആ രാജ്യത്ത്. അതേ വിഗ്രഹ ആരാധനയുടെ ശക്തി അത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ബാബേൽ. ആ ബാബേൽ രാജാവിൻ്റെ അടുക്കലാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല. കാരണം എന്താണ്? ഞങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ച ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ഇടത്തോട്ട് വലത്തോട്ട് തിരിയാതെ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഞാൻ വിശ്വസിച്ച് അത് ആചരിച്ചാൽ ഹല്ലേലൂയ അന്ത്യം വരെ നടത്തുവാൻ ദൈവം ശക്തനും വിശ്വസനാകുന്നു. അതേ എൻ്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയി, എൻ്റെ സ്വന്തം വീടില്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു, എൻ്റെ സ്വന്തം രാജ്യത്തു നിന്ന് എന്നെ കൊണ്ടുവന്നിട്ട് വേറൊരു രാജ്യത്ത് ഞങ്ങളാണ് എന്നൊക്കെ കുറ്റം അവർക്ക് പറയാം. പക്ഷേ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പല നിസ്സാര
കാര്യങ്ങൾ കുറ്റം പറയുമ്പോൾ പാസ്റ്റർ അത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, ആ വിശ്വാസി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു നമ്മൾ കുറ്റം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഈ സ്തോത്രം ദാനിയേൽ പ്രവാചകന് ഒരു കുറ്റം പറയാനില്ല. കാരണം തന്നിൽ ആരംഭിച്ച പ്രവൃത്തി അത് സർവശക്തനായ യഹോവയായ ദൈവം ആണ് ആരംഭിച്ചെന്ന പൂർണ്ണ ബോധ്യം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അത് പറയാണ്, ഹല്ലേലൂയ രാജാവേ, അതേ സ്തോത്രം, ഈ തീച്ചൂളയുടെ അനുഭവം ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചാലും ഞങ്ങൾ അവനിൽ ആശ്രയിക്കും. ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. പക്ഷേ ദൈവം അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം ഞാൻ പറഞ്ഞത് സ്തോത്രം പൗലോസ് പറയുന്ന പോലെ അതേ ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരസ്ഥനായി ഇരിക്കുമ്പോഴും നിങ്ങൾ ഭയത്തോട് നിങ്ങളെ രക്ഷയും അത് ഭയത്തോടും വിറയലോടും നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. ദാനിയേലും അതേ കൂട്ടരും സ്തോത്രം അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അതേ തീച്ചൂടയുടെ അനുഭവം വന്നപ്പോഴും സിംഹത്തിൻ്റെ വായുടെ അനുഭവങ്ങൾ വന്നപ്പോഴും അവളെല്ലാം അതേ അവരെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു. എങ്ങനെ പ്രവർത്തിച്ചത്? ദൈവസന്നിധി പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഓരോ പ്രശ്നം വരുമ്പോൾ, ഓരോ പ്രയാസം വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവർ മുട്ടുകുത്തി കർത്താവിനെ ആരാധിച്ചു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് അതേ സ്തോത്രം ഞങ്ങളെ വിടുവിപ്പാൻ ഈ സർവ്വശക്തനായ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ചവൻ അല്ലെ ഞങ്ങളെ വിടുവിക്കും എന്ന പൂർണ്ണ ബോധ്യം അവർക്ക് അതേ ആ യൗവനക്കാർക്ക് ഉണ്ടായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നത് ആത്മാവ്. അതേ ഹല്ലേലൂയ സ്തോത്രം, അവർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും അതേ സ്വതം ഈ ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിച്ചില്ല. സ്ഥാനം എവിടെയാണ്? രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനമാണ് ദാനിയേലിന്. സ്തോത്രം. എന്നിട്ടും ഹല്ലേലൂയ അതേ കൽപ്പനകൾ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ താൻ തൻ്റെ പ്രാർത്ഥന അത് നിർത്തിയില്ല. 6-ാം അധ്യായത്തിൻ്റെ കാണാപ്പാട് നമുക്ക് അറിയുന്ന വാക്യമാണ്. എങ്കിലും വായിക്കുമ്പോൾ ഇന്നും കൂടെ എനിക്കും ബലം നിങ്ങൾക്കും ബലം ആകുന്നു എന്തുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. താൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയെ അത് നിർത്തലാക്കാതെ അതേ വിധി ഇങ്ങനെ വന്നു എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞ ശേഷം ഹല്ലേലൂയ ഓടിപ്പോയില്ല, ഉപവാസം എടുത്തില്ല. സ്തോത്രം. അതേ വേറെ പ്രവാചകന്മാരെ വിളിച്ച് ഫോൺ ചോദിച്ചില്ല. പിന്നെയോ താൻ മുമ്പ് ചെയ്തു വരുന്നത് പോലെ താൻ 3 നേരം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ അതേ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഞങ്ങൾ പാസ്റ്റർമാരായ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് സ്തോത്രം ചെയ്യുക. എന്താ സ്തോത്രം ചെയ്യുക? ഒരു വിഷയത്തിന് സ്തോത്രം ചെയ്യുക എന്ന അർത്ഥം അല്ലെങ്കിൽ വിശ്വാസത്തോടെ ആ കാര്യം ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം ചെയ്യാന്ന് പറയുമ്പോൾ ആ കാര്യം ലഭിച്ചു. ഇവിടെ ഹല്ലേലൂയ എന്താ ലഭിച്ചത്? സ്തോത്രം. അതെ, ദൈവം എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചു എന്ന് വിശ്വാസത്തോടെ ദാനിയേൽ പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം പറയാണ്. താൻ വിടുതൽ പ്രാപിച്ചില്ല. ഹല്ലേലൂയ. സിംഹങ്ങളെ താൻ കണ്ടിട്ടില്ല. പക്ഷേ സിംഹക്കൂട്ടിൽ ഇടേണ്ട അവസ്ഥ വന്നാൽ അവിടെ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കും എന്ന് താൻ മുമ്പ് കൂട്ടി സ്തോത്രം ചെയ്തു. അങ്ങനെ നമുക്ക് പറ്റുമോ? സ്തോത്രം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുവാൻ. ക്യാൻസർ വരുമെന്ന് അല്ലെങ്കിൽ പ്രവാചകന്മാരാരെയും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ശക്തി വന്ന് പ്രയാസപ്പെടുത്തും, അല്ലെങ്കിൽ ഇന്നൊരു ദുരിതം വരും, അല്ലെങ്കിൽ ഇന്നൊരു പ്രയാസം വരും എന്ന് പറയുമ്പോൾ കർത്താവേ സ്തോത്രം എന്ന് പറയുവാൻ. കാരണം അതുമേൽ പ്രവർത്തിപ്പാൻ അങ്ങ് ശക്തനാകുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞ ദൂത് ശരിയായിരിക്കും. അത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. എന്നെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂട്ടാൻ വേണ്ടി, ഹല്ലേലൂയ അങ്ങയോട് അടുക്കാൻ വേണ്ടി ആകുന്നു ആ ദൂത് അറിയിച്ചത് എന്ന് ധൈര്യത്തോടെ, ഭയത്തോടെയല്ല ധൈര്യത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെയുള്ള ചില ദൂതുകൾ അറിയിക്കുന്നത്. അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുക നമ്മുടെ വിഷയമല്ല. പക്ഷേ കേൾക്കുമ്പോൾ ഭയപ്പെടാൻ വേണ്ടിയല്ല. സ്തോത്രം. പിന്നെയോ മക്കളുടെ വിഷയത്തിൽ ഒരു ദുരിതം വരുന്നു, ഒരു ഹല്ലേലൂയ ദുർഘടം വരുന്നു, ഒരു ആക്സിഡന്റ് വരുന്നു, എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ കേട്ടാലും കർത്താവേ സ്തോത്രം അങ്ങ് വിടുവിപ്പാൻ ശക്തനാകുന്നു. ഈ ഹല്ലേലൂയ ബാല്യക്കാർ ഞാൻ പറഞ്ഞ ഓർപ്പിച്ച പോലെ നമുക്കറിയുന്ന കാര്യമാണല്ലോ. അവരാരും അവിടെ അവരുടെ സഭയുണ്ടായില്ല, പാസ്റ്റർ ഉണ്ടായില്ല, ഒരു മനുഷ്യനും അവർക്ക് അടുത്തില്ല. വിളിച്ച് ചോദിക്കാനോ പറയാനും ആരുമില്ല, ആലോചന പറയാനാരും. പക്ഷേ അവരെ മാതാപിതാക്കളിൽ നിന്ന് ചെറുപ്പത്തിൽ പ്രാപിച്ച ഒരു വിശ്വാസമുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത്, ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വിശ്വാസ ജീവിതം പഠിപ്പിക്കണം, ബൈബിളിലെ 2 വാക്യം പഠിപ്പിച്ച് അത് അവരുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ദാനിയേൽ അത് ചെയ്തു. അതുകൊണ്ട് പറയാണ്, അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം എന്നുള്ളത് അതേ ഫിലിപ്പിയ ലേഖനത്തിൽ ഞാൻ വായിപ്പിച്ച പോലെ ശീലിച്ചു. ഹല്ലേലൂയ. അതേ സമൃദ്ധിയിൽ ഇരിപ്പാനും അതേ സ്വന്തം താഴ്മയിൽ ഇരിപ്പാനും ഒക്കെ, താഴ്ചയിലിരിപ്പാനും ഒക്കെ ഞാൻ ശീലിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ അറിയുന്നു എന്ന് പൗലോസ് പറയുന്ന പോലെ ദാനിയേലിന്റെ ജീവിതത്തിലും ദാനിയേലിന് പറയാനുള്ളത്, ഹല്ലേലൂയ, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കർത്താവിനെ ആരാധിച്ചു, മാത്രമല്ല അന്യദേശത്ത് വന്നപ്പോഴും ഇവിടെ ആരാധനയ്ക്ക് ഒരു കുറവില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റമില്ല. എനിക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടി, മാനങ്ങൾ കിട്ടി. അത് വണ്ടിയില്ലാത്തതിന് വണ്ടി കിട്ടി, വീടില്ലാത്ത എനിക്ക് വീട് കിട്ടി, അത് സുഖമില്ലാത്ത എനിക്ക് സൗഖ്യം ലഭിച്ചു. അല്ല, പക്ഷേ എന്നാൽ നമുക്കെല്ലാം പലപ്പോഴും പറ്റുന്നത് സൗഖ്യങ്ങൾ ലഭിക്കുമ്പോൾ, വീടില്ലാത്ത നമുക്ക് വീട് ലഭിക്കുമ്പോൾ പിന്നെ ആരാധനയ്ക്ക് പോകാൻ, പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല. പക്ഷേ ദാനിയേലിന് അപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, രാജാവിൻ്റെ അടുത്ത സ്ഥാനം പിടിച്ചവൻ, ഹല്ലേലൂയ സ്തോത്രം, അധികാരമുള്ളവൻ പറയാണ്, 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവം തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനാത്മാവ് അത് നമ്മളെ അതിനുവേണ്ടി സഹായിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തൊക്കെ നന്മ ലഭിച്ചാലും ആ നന്മ നിമിത്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടൊക്കെ പറയുന്ന പോലെ അമ്മച്ചി പറഞ്ഞു, ഹല്ലേലൂയ, അമ്മച്ചി പാസ്റ്റർ പ്രാർത്ഥിക്കണം വരാൻ സാധിക്കുന്നില്ല, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു ആടിനു വേണ്ടി പ്രാർത്ഥിച്ചു, ആട് ലഭിച്ചു. പിന്നെ ആട് പെറ്റ് വരികയും സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ആടിനെ സംരക്ഷിക്കാനും, ആടിനെ നോക്കാനും, പുല്ലൊക്കെ കൊടുക്കാനും, തീറ്റ കൊടുക്കാനും, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയി. പിന്നെ അമ്മച്ചി ആടിനെ പോഷിപ്പിച്ചുള്ള കാര്യത്തിൽ നിമിത്തമായി അമ്മച്ചി വരാതായി. മുമ്പ് ഒരു പണിയില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി വരാതിരുന്നതാണ്. ഇന്നിപ്പോൾ ഒരു പണി കിട്ടിയപ്പോൾ പണി കൂടുതലായി. ഇപ്പോൾ ചോദിക്കുമ്പോൾ എന്താ അമ്മച്ചി അമ്മമ്മ വരാത്തെന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ തള്ളാടുണ്ട്, കുഞ്ഞാടുകളുണ്ട്, അതിനെല്ലാം കൊണ്ടുപോകണം, കെട്ടണം, പിടിക്കണം, പിന്നെ അതിൻ്റെതായ കാര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല. അപ്പം നന്മ ലഭിക്കുമ്പോൾ സ്തോത്രം, ദാനിയേലിൻ്റെ ജീവിതം നമുക്ക് നല്ലൊരു ഉദാഹരണമാണ്. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവം. ഒരു കഷ്ടം വരുമ്പോഴെല്ലാം, അത് വചനം അവിടെ വ്യക്തമായി ഞാൻ വായിച്ച് കേൾപ്പിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വാക്യം കൂടി ആകുന്നു. എങ്കിലും അല്ലെങ്കിൽ അവൻ മുമ്പ് ചെയ്ത് വരുന്നത് പോലെ തന്നെ അവൻ ചെയ്തു, ഒരു മാറ്റവുമില്ല. എന്താ കേട്ടത്? അതേ പൊസിഷൻ പോകും, അതേ സ്ഥാനമാനം പോകും, ഹല്ലേലൂയ, അതേ സിംഹത്തിന് വായിൽ ഇടാൻ പോകുന്നു എന്ന് കേട്ടിട്ടും ഹല്ലേലൂയ താൻ പറയാണ്, എന്നെ ഉയർത്തിയത് ദൈവമാകുന്നു എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നെ ഉയർത്തിയത് ഒരു അന്യരാജ്യത്ത്, എന്നെ ഉയർത്തിയത് അന്യദേവന്മാരെ സേവിക്കുന്ന രാജാക്കന്മാരും ജനങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം, സത്യദൈവം, എന്നെ ഉയർത്തിയത് ദൈവം, എൻ്റെ യഹോവയായ ദൈവമാകുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് അറിയാം. സ്തോത്രം, എത്ര അതേ ഉന്നതമായ സ്ഥാനത്ത് ഞാൻ ഇരുന്നാലും എനിക്ക് പ്രമാണിക്കേണ്ട പ്രമാണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പ്രമാണം നിമിത്തം ആണല്ലോ തീച്ചൂളയുടെ അനുഭവം വന്ന്. തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കൂട്ടുകാരെ, ഞാൻ അന്നില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരെ വിടുവിച്ച ദൈവം എന്നെ ഈ സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിക്കും. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങൾ അതേ കർത്താവ് എത്രത്തോളം ആയുസ്സ് ആരോഗ്യം നൽകുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ നാളുകൾ അതേ പരീക്ഷകൾ വർദ്ധിക്കുകയാണ്, കഷ്ടങ്ങൾ വർദ്ധിക്കുന്നു, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. പക്ഷേ ആ വർധനയുടെ നടുവിലും എന്നിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, എൻ്റെ കുടുംബത്തിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, എൻ്റെ ഈ റീമ പ്രയർ മിനിസ്ട്രി കൂട്ടായ്മയിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ തൻ്റെ സമയം വരെ യേശു ക്രിസ്തു നാളോളം അതിനെ തികപ്പാൻ സർവശക്തനായ ദൈവം അവൻ പ്രാപ്തനാകുന്നു എന്ന് ഉറച്ചു വിശ്വസിപ്പാൻ കർത്താവ് വിശ്വാസം നൽകട്ടെ. കർത്താവിന് ആത്മാവ് ഉറപ്പ് നൽകട്ടെ, ഉറച്ചു വിശ്വസിപ്പാൻ. ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് ആത്മാവിനെ കൊണ്ട് അവനെ ആരാധിക്കും. ഞാൻ ജഡത്തിൽ ആശ്രയിക്കില്ല. ഞാൻ സകല പ്രശംസയും അത് ഡോക്ടർമാർക്കല്ല, അത് വൈദ്യന്മാർക്കല്ല, അല്ലെങ്കിൽ കുടുംബക്കാരും ചാർച്ചക്കാർക്കല്ല, പിന്നെയോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം നൽകും എന്ന് പറയുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഏതൊരു അവസ്ഥയിലും ഹല്ലേലൂയ നമുക്ക് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. അതേ ദൈവത്തോട് കൃപ ചോദിക്കാം. കർത്താവ്, ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും അതേ കഞ്ഞി കുടിക്കേണ്ട അവസ്ഥ വീണ്ടും വന്നാലും അതേ അവിടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഉയർച്ച മാത്രമല്ല, ആ ഉയർച്ച നിന്ന് ദൈവം താഴ്ത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്തിനു വേണ്ടിയാണ്? അത് നല്ലൊരു ഉദാഹരണം, ഒരു ചോദ്യം. സ്തോത്രം. സകല നന്മകളും ഉണ്ടായ അബ്രഹാം എല്ലാം വിട്ട്, ദൈവം അവനോട് പറഞ്ഞു, നീ സകലവും വിട്ട്
എന്നെ അനുഗമിക്കുക. യേശു താൻ തന്നെ ശിഷ്യന്മാരോടും തന്നെ പുറകിൽ വരുന്ന ജനത്തോട് നോക്കി പറഞ്ഞു, നിങ്ങൾ സകലവും വിട്ട് എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകലവും വിട്ടിട്ട് വേണം അവനെ അനുഗമിപ്പാൻ. കർത്താവ് നന്മ തരും. പ്രൈസ് ദി ലോർഡ്. അതൊന്നും യാതൊരു സംശയമില്ല. ജീവിപ്പാൻ ആവശ്യമായ എല്ലാ നന്മയും കർത്താവ് തരും. അവൻ വിശ്വസ്തനാകുന്നു. എന്നാൽ നന്മകൾ തരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കർത്താവ് വീണ്ടും തിരിച്ചു ചോദിച്ചാൽ, ഇസാക്കിനെ തിരിച്ചു ചോദിച്ച ദൈവം, സ്തോത്രം, അത് മടികൂടാതെ സംശയിക്കാതെ അബ്രഹാം ആ ഇസാക്കിനെ കൊടുത്തുവെങ്കിൽ എവിടെ നിന്ന് ഹല്ലേലൂയ, അതെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് എന്നൊരു വിശ്വാസം അബ്രഹാമിന് ഉണ്ടായതുപോലെ, അതെ, ആ ഒരു വിശ്വാസം ഇന്ന് ഈ സന്ധ്യാസമയം ദൈവത്തിന് ആത്മാവ് നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ. സ്വന്തം എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും, എൻ്റെ സ്വന്തം കുടുംബത്തെ വിടുവിക്കും, എൻ്റെ മക്കളിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. അതേ, കർത്താവിൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, യൗവനക്കാരായി തീരുവാൻ ദൈവത്തിന് ആത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളെ, തലമുറയെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. നിങ്ങളിൽ, അതെ, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തു നാളോളം അതിനെ തികപ്പാൻ അവൻ, ഹല്ലേലൂയ, സ്വന്തം അവൻ അത് തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഞാനും ഇന്ന് സന്ധ്യാസമയം പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ഹല്ലേലൂയ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും 31 ജീവിതങ്ങളിലും ഹല്ലേലൂയ സ്വത്ത് അതേ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് തൻ്റെ സ്വത്ത് നാളോളം അതിന് തികപ്പാൻ സ്തോത്രം കർത്താവ് വിശ്വസ്തനാകുന്നു, അവൻ ബലവാനാകുന്നു എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അത് ഏത് ഉറപ്പ്? അതേ, കുറുപ്പിൻ്റെ ഉറപ്പല്ല, പിന്നെയോ സ്തോത്രം പാറയാകുന്ന ക്രിസ്തുവേശുവിലുള്ള ഉറപ്പ്. ഹല്ലേലൂയ. മാറിപ്പോകാത്ത യേശു ക്രിസ്തുവിൻ്റെ വചനത്താലുള്ള ഉറപ്പ്. ആ ഉറപ്പ് ഓരോ ആരാധനയിലും അതേ സ്വന്തം ഏറ്റെടുപ്പാൻ, അതിൽ വർദ്ധിച്ചിരുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഓരോ സന്ധ്യാസമയത്തെ കൂട്ടായ്മയിലും അത് മുഖാന്തരമായി തീരട്ടെ. ഉറച്ച് വിശ്വസിപ്പാൻ അല്ലെ, എന്തൊക്കെ എൻ്റെ ചുറ്റുപാട് സംഭവിച്ചാലും, തീയുടെ അനുഭവങ്ങൾ വന്നാലും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, അതേ, സിംഹത്തിൻ്റെ വായുടെ അനുഭവങ്ങൾ വന്നാലും അതിനെല്ലാം വിടുവിപ്പാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതിനുവേണ്ടി എന്ത് വേണം? പ്രമാണം അനുസരിക്കണം. പ്രമാണം ഹൃദയത്തിൽ അതേ ഹൃദയസ്ഥമാക്കണം. പ്രമാണം ഉള്ളിൽ അതേ ക്രിയ ചെയ്യണം. ആ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നാം ഒരു വിടുതലും അനുഗ്രഹമായി തീരും. കർത്താനാത്മാവുന്നുണ്ട് ഈ ദിവസങ്ങൾ നമ്മളെ വേണ്ടി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഹല്ലേലൂയ, സന്ധ്യാസമയം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്വത്തൻ്റെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് യേശു ക്രിസ്തു നാളോളം അത് തയ്ക്കും എന്ന ഉറപ്പും ധൈര്യം തനിക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. വേറൊരു രാജ്യത്ത്, അതേ, അന്ധകാരം തന്നെ രാജ്യത്ത് പൈശാചികമായ പ്രവൃത്തികൾ, അതേ ലോകത്തിൻ്റെതായ മോഹങ്ങൾ നിറഞ്ഞ ഒരു ദേശത്ത്, ഒരു രാജ്യത്ത് താൻ ദൈവത്താൽ ഉയർത്തപ്പെട്ടു. എന്നാൽ അവിടെയും ഉയർച്ചയിൽ ആശ്രയിക്കാതെ, യേശു ക്രിസ്തുവിൽ പ്രശംസിച്ച് ജഡത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിന് ആത്മാവ് കൊണ്ട് ദൈവത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന നിമിത്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം, അതേ, തീയുടെ അനുഭവത്തിൽ നിന്നും അതേ സിംഹത്തിനും വായിൽ നിന്ന് കർത്താവ് വിടുവിച്ച പോലെ ഞങ്ങളെ താവി ചില കൂട്ടത്തെ അവരെ പ്രയാസമേറിയ അനുഭവത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി വിടുവിച്ച് അവരെ വിശ്വാസം ഉറച്ച് അതിനെ നിൽപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ഹദാവേ സ്വതീ പ്രവർത്തനങ്ങളെയും കൂട്ടായ്മയും ഓരോ ദേവദാസന്മാരെയും ദൈവമക്കളെയും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കായ സ്തോത്രം, പ്രാർത്ഥനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം നൽകിയ ദേവദാസനോടും റീമ പ്രൈം മിനിസ്റ്ററി പ്രവർത്തകരോടും എല്ലാം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കും, അനുഗ്രഹിക്കും, ഉറപ്പിക്കുകയും ചെയ്യട്ടെ. മാറാനാഥ. ആമേൻ. Thank you, Pastor. Praise the Lord.